അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ നടുക്കത്തിനിടയിലും അത്ഭുതമാവുകയാണ് ബ്രിട്ടീഷ് ഇന്ത്യക്കാരനായ വിശ്വാസ് കുമാർ രമേശ്. വിമാനത്തിലെ എല്ലാവരും മരിച്ചെന്ന് കരുതിയെടുത്താണ് വിശ്വാസിന് മാത്രം ദുരന്തം ബാക്കിവെച്ചത്. അഹമ്മദാബാദിലെത്തിയ പ്രധാനമന്ത്രി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിശ്വാസിനെ ആശുപത്രിയിലെത്തി കണ്ട് ആശ്വസിപ്പിച്ചു. കത്തിയമരുന്ന എയർ ഇന്ത്യ AI-171 വിമാനം ദുരന്തമുഖത്ത് നിന്ന് പരിക്കുകളോടെ ഒരു യുവാവ് നടന്നുവരുന്നു. അവശനായിരുന്ന അയാളെ ആംബുലൻസിൽ കയറ്റി അയക്കുമ്പോൾ രക്ഷാപ്രവർത്തകർ പോലും അറിഞ്ഞിരുന്നില്ല കൊടിയ ദുരന്തത്തിലും കൺമുന്നിലെത്തിയ മരണത്തെ അതിജയിച്ചാണ് അയാൾ എത്തിയതെന്ന്. വിമാനത്തിലുണ്ടായിരുന്ന 242 പേരും മരിച്ചെന്ന് കരുതിയിടത്തു നിന്നാണ് വിശ്വാസ് കുമാർ രമേശിന്റെ പുനർജന്മം. വാർത്ത അറിഞ്ഞവർക്കെല്ലാം അറിയേണ്ടിയിരുന്നത് ഒന്നു മാത്രം: നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു? ദുരന്തമുഖം സന്ദർശിക്കാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിച്ചത് അതുതന്നെ. അഭിമുഖീകരിക്കേണ്ടി വന്ന വലിയ ദുരന്തത്തിന് ഞെട്ടിൽ നിന്ന് വിശ്വാസിന് ഇനിയും പുറത്തു വരാൻ സാധിച്ചിട്ടില്ല. ചിതറിയ ഓർമ്മകളിൽ നിന്ന് അയാൾ ഓർത്തെടുക്കുന്നത് ഇങ്ങനെ: പറന്നുയർന്നതോടെ വലിയൊരു ശബ്ദം കേട്ടു, പിന്നാലെ അപകടമെന്ന പൈലറ്റിന്റെ സന്ദേശം. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുൻപ് വിമാനം താഴേക്ക് കൂപ്പുകുത്തി. എമർജൻസി വാതിലിനരികിലായിരുന്ന താൻ വീഴ്ചയുടെ ആഘാതത്തിൽ പുറത്തേക്ക് തെറിച്ചു. ജീവൻ നഷ്ടമായെന്ന് കരുതിയിടത്തു നിന്ന് കണ്ണു തുറന്നത് ജീവിതത്തിലേക്ക്. സീറ്റ് ബെൽറ്റ് മാറ്റി ഞൊടിയിടയിൽ പുറത്തേക്കോടി. ചുറ്റും വീണുകിടന്ന മൃതദേഹങ്ങൾക്കിടയിലൂടെ ജീവിതത്തിലേക്ക് ഓടിക്കയറിയത് ഇപ്പോഴും അയാൾക്ക് വിശ്വസിക്കാനായിട്ടില്ല. വിശ്വാസിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. എങ്കിലും അപകടത്തിന്റെ ആഘാതത്തിൽ നിന്ന് മോചിതനാവാൻ അയാൾക്ക് ഇനിയും സമയം വേണ്ടി വന്നേക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.